2025 ആദ്യം മുതൽ തന്നെ ഒരുപാട് ഫോൺ കോൾസുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ഹാക്കർമാർ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും പേഴ്സണൽ കോൾസുകളൊക്കെ ഹാക്ക് ചെയ്ത് എടുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു വാർണിംഗ് മെസ്സേജ് പോലെ നമുക്ക് ഡയലർ ടൂൺ കേൾക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോണുകൾ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോണിൻ്റെ ഡയലർ ഇതേപോലെ ഇതാണ് ഡയലർ, ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഡോട്ട് കാണാം. കണ്ടോ, ഇവിടെ ഒരു 3 ഡോട്ട് കാണാം. ചില ഫോണുകളിൽ 3 വരെ ആയിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കും ഈ സെറ്റിങ്സ് കാണുന്നത്. അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേളിലായിട്ട് അൺനോൺ നമ്പർ ഓൺലൈൻ ഐഡൻറ്റിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അൺനോൺ നമ്പർ ഓൺലൈൻ ഐഡൻറ്റിഫിക്കേഷൻ, ഏതെങ്കിലും അൺനോൺ എന്ന് വെച്ചാൽ നമുക്ക് അറിയപ്പെടാത്ത നമ്പറിൽ നിന്ന് കോളുകൾ വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്ന ഒരു സെറ്റിങ്സ് ആണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മേളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് എത്രമാത്രം നമ്മുടെ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കത് മനസ്സിലാവും. കാരണം ഏതെങ്കിലും ഉടായ്പ കോളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നൊരു സെറ്റിങ്സാണ്. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത സെറ്റിങ്സിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സെറ്റിങ്സ് കാണാൻ കഴിയും. ബ്ലോക്ക് സ്പാം കാൾസ്, ഇതാണ് ആ സെറ്റിങ്സ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ സെറ്റിങ്സ് കാണാൻ കഴിയും. ആദ്യത്തെ ഉണ്ടോ സ്പാം കാൾസ് ഉണ്ട്, ആ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ വരുന്ന സ്പാം കാൾസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സസ്പെക്റ്റഡ് സ്കാം, അതുകൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, സ്കാമുകൾ ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന സെറ്റിങ്സ് ആണ്. അതിൻ്റെ താഴെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് എസ്റ്റേറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും ഓൺ ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്, അതും ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഹാക്കിംഗ് കോളുകൾ, മെയിനായിട്ട് ഹാക്കിംഗ് കോളുകൾ വരുന്ന സ്പാം കോൾസ് ആയിട്ടായിരിക്കും. അതാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സസ്പെക്റ്റഡ് സ്കാമുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ഫോണിലോട്ട് വരുന്ന ഇൻഷുറൻസിൻ്റെയും മറ്റേൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും കോളുകളും ഒക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിങ്സുകളെല്ലാം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പൂർണ്ണമായിട്ടും ഈ സ്പാം കോളുകളും അല്ലെങ്കിൽ ഹാക്കിംഗ് കോളുകളും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ കോൾസ് ഫുള്ള് പ്രൊട്ടക്ഷൻ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് പ്രധാനമായിട്ടും പുതിയ മോഡൽ ഫോണുകളിലാണ് ഇത് കാണുന്നത്. നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഡെങ്കിലും നിങ്ങളുടെ ഫോൺ ഡയലറിൻ്റെ അത് ഡയൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഡയലർ എടുത്തിട്ട് ##002# എന്ന് ഡയൽ ചെയ്യുക. ശ്രദ്ധിക്കുക, ##002# എന്ന് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും കോൾ ഫോർവേഡിങ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കോൾ ഹാക്കിംഗ് ഉണ്ടെങ്കിലോ നമ്മുടെ ഫോൺ കോൾ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിലോ അതൊക്കെ ഡിലീറ്റ് ആക്കാനുള്ളൊരു കോഡാണിത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടോ, കോൾ ഫോർവേഡിങ് ഇറേസ് സക്സസ്ഫുൾ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ആരെങ്കിലും നമ്മളറിയാതെ ഹാക്ക് ചെയ്തെടുത്ത് കോൾ ഫോർവേഡിങ് ആക്കി വേറെ നമ്പറിലേക്കോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ നമ്പറിലേക്കോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകാനുള്ളൊരു സെറ്റിങ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം പറഞ്ഞ സെറ്റിങ്സുകൾ ഇല്ലെങ്കിൽ ഈ ഒരു കോഡെങ്കിലും ഡയൽ ചെയ്ത് കോൾ ഫോർവേഡിങ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ കോളുകൾ സംരക്ഷിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.